പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ചൊരു സ്ത്രീയുടെ ജീവിതത്തിലെ വളരെയേറെ പ്രാധാന്യമേറിയ ഒരു സംഭവമാണ് ചൈൽഡ് ബെയറിങ്, പ്രഗ്നൻസി, അത് കഴിഞ്ഞ് കുട്ടിയുടെ ജനനം. അപ്പോൾ ഈ കാലയളവിൽ പലതരം ബോഡിലി ക്രൈസിസ് അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ക്രൈസിസ് ഇവയെല്ലാം തരണം ചെയ്തിട്ടാണ് ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി ലോകത്തിലേക്ക് ആ കുഞ്ഞിനെ നയിക്കുന്നത്. അപ്പം ഈ കാലയളവിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമായി, ചുരുക്കം ചിലർ മാത്രമേ ഡയഗ്നോസിസ് വരെ എത്തുകയും ബാക്കി പലരും അത് സൈലൻ്റ് ആയിട്ട് തന്നെ സഫറേഴ്സായിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അപ്പോൾ എന്താ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്? പോസ്റ്റ് പാർട്ടം മീൻസ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഒരു അമ്മയുടെ മാനസിക സംഘർഷങ്ങൾ മൂലമുണ്ടാവുന്ന ഒരു തരം വിഷാദ രോഗത്തിൻ്റെ ഒരു വകഭേദമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ അത്ര സിമ്പിൾ ഒരേ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നതെല്ലാം ഡെലിവറി കഴിഞ്ഞ ഉടനെ അമ്മമ്മ കാണിക്കുന്ന പലതും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതിന് തന്നെ 3 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാം. ഒന്ന് ബേബി ബ്ലൂസ് എന്ന് പറയും. അതായത് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അമ്മയിലുണ്ടാവുന്ന ചെറിയ ചെറിയ മാനസിക സംഘർഷങ്ങളുടെ ചെറിയ ചെറിയ പ്രതിഫലനങ്ങൾ. അതായത് കുഞ്ഞിൻ്റെ ഉറക്ക സമയവും അമ്മയുടെ ഉറക്ക സമയവും തമ്മിൽ ക്ലാഷ് ആവുക, ഉറങ്ങാൻ പറ്റാണ്ട് വരിക കൃത്യമായിട്ട്, അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാണ്ട് പറ്റാതെ വരിക, പിന്നെ ശരീരത്തിലുണ്ടാവുന്ന ഇപ്പോൾ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് ഇപ്പം സിസേറിയൻ ആവാം അല്ലെങ്കിൽ നോർമൽ ആവാം, അതിൻ്റെ സ്കാസ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന മുറിവുകളിലെ പൊറുക്കാതെ വരിക, അല്ലെങ്കിൽ അതിൽ അമിതമായ വേദന എടുക്കുക, പലപ്പോഴും നേരെ കിടക്കാൻ പറ്റാണ്ട് വരിക. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അമ്മയുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും. ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അല്ലെ വളരെയേറെ ദേഷ്യത്തോടെ പെരുമാറുക, എന്തെങ്കിലും പറഞ്ഞു തീരുന്നതിന് മുമ്പ് സങ്കടം വരിക, പലതിനോടും ഒരു വിരസത കാണിക്കുക, കുറേയേറെ ചിരിക്കാനൊക്കെ ഒരു മടി കാണിക്കുക, ഞാനൊരു സങ്കടത്തിലാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വന്ന് സൂപ്പർഫിഷ്യലായിട്ട് മാത്രം നിന്ന് അത് നമ്മൾ ആരെങ്കിലും ഒന്ന് സമാശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അടുത്ത് വന്നിരുന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ച് കഴിയുമ്പോൾ മാറുന്ന തരത്തിലുള്ള പെറ്റിയായിട്ടുള്ള തീരെ ചെറിയ രീതിയിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സ്വഭാവ വ്യതിയാനങ്ങൾ, വിഷാദം എന്ന് തോന്നിക്കത്തക്ക മുഖത്തൊരു സങ്കടഭാവം, അത്തരത്തിൽ പുറമെ സൂപ്പർഫിഷ്യൽ മാത്രമായിട്ടുള്ളതിനെയാണ് നമ്മൾ ബേബി ബ്ലൂസ് എന്ന് പറയുക. അതായത് ഒരു കുഞ്ഞ് പെട്ടെന്ന് ജീവിതത്തിലേക്ക് വന്നതിലുണ്ടാവുന്ന ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രൈസിസ്. അപ്പം അത് അത്രയേറെ മെഡിസിൻസ് വേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ പോലും അവിടെ ഒരു സ്ത്രീക്ക്, ഒരു പേഷ്യൻറ്റിന് നല്ല രീതിയിൽ ഒരു മെൻ്റൽ സപ്പോർട്ട്, ഒരു സ്ട്രെസ് ഫ്രീ എൻവയറമെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് കൂടി വന്ന ഒരു 3-4 ആഴ്ച മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് തരണം ചെയ്ത് നോർമൽ ലൈഫിലേക്ക് കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് തിരിച്ചു വരാൻ പറ്റും. അതാണ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ്. ഇനിയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പ്രോപ്പർ. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഭയങ്കര, നമ്മൾ സാധാരണഗതിയിൽ ഈ വാക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേയേറെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സങ്കടം വരുന്ന ഒരു ഘട്ടം മാത്രമല്ല. ഈ സങ്കടത്തിൽ നിന്ന് 100,000 കാരണങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഈ സങ്കടം നമുക്ക് മാറ്റി നിർത്തി പെരുമാറാനുള്ള 100,000 കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ പോലും അത് ആസ്വദിക്കാൻ പറ്റാതെ, അതിലേക്ക് മോൾഡ് ചെയ്യാൻ പറ്റാതെ ആ സങ്കടത്തിൽ തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം അത്രയേറെ സങ്കടപ്പെടേണ്ട കാര്യമായിരിക്കില്ല, അത്രയേറെ വിഷമിക്കേണ്ട കാര്യമായിരിക്കില്ല. അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുത്താൽ പോലും ആ പരിഹാരം ആയി എന്നുള്ളൊരു തോന്നൽ വരാതെ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അതിനെ ഡിപ്രഷൻ എന്ന് പറയുക. ഡിപ്രഷനിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. നാളെ എനിക്ക് എന്താ പറ്റുക, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ, എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കുഞ്ഞിങ്ങനെ ജീവിക്കും, എന്താ എൻ്റെ കുഞ്ഞിങ്ങനെ ഇരിക്കണേ, എന്താ എൻ്റെ ബോഡി ഇങ്ങനെ ആയിപ്പോയത്, ഇനി ഈ ബോഡി എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞുണ്ടാകുന്ന ശരീരത്തിലെ കുറേ മാറ്റങ്ങളുണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ, തിരിച്ച് ഞാൻ പഴയതുപോലെ ആകുമോ, ഇതേ സ്നേഹം, അതായത് ഇത്രയും നാൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഇതേ സ്നേഹം ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുമോ, ഞാനിതെങ്ങനെ ഷെയർ ചെയ്യും, ഇത്തരത്തിലെ കുറേ ഡൈലമാസ്, കുറേ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ടെൻഷൻസിൽ മാത്രം ബ്രൂഡ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുക. പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അമ്മ ഒരു എത്രയോ മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന് കളയുന്നു. അപ്പം നമ്മൾ അത് ദുഷ്ടയാണ്, ക്രൂരയാണ്, ബാധയാണ് എന്നൊക്കെ പറയും. അത് ആക്ച്വലി മിസ്മാനേജ്ഡ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. അതായത് മര്യാദക്ക് അത് മാനേജ് ചെയ്തിരുന്നെങ്കിൽ, അവിടെ ഒരു സഹായം
വൈദ്യസഹായം അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എന്ന രീതിയിലൊരു സഹായം അവിടെ അപ്രോച്ച് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് അത് പോയെന്ന് വരില്ല. അപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ബേബി ബ്ലൂസ് പോലെ സെൽഫ് റിസോൾവിങ് ആവണമെന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി അതിൽ നമുക്കൊരു വൈദ്യസഹായം വേണ്ടി വരേണ്ട അവസ്ഥ വരാറുണ്ട്. ബിക്കോസ് ഡിപ്രഷൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് പലപ്പോഴും സൂയിസൈഡാണ്. ആവശ്യമില്ലാതെ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക, അത് ശ്രമിക്കുക, അത് ചെയ്യാനൊരു ശ്രമം നടത്തുക, ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഈ ഡിപ്രഷൻ്റെ കൂടെ വന്നു ചേരാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു നമ്മളുടെ അടുത്തുള്ളൊരു കേസ് അല്ലെങ്കിൽ നമ്മളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലൊരുള്ള വ്യക്തി ഇത്തരത്തിലെ കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് നോർമലാണ്, നാച്ചുറലാണ്, പലർക്കും ഉണ്ടായിക്കാവുന്നതാണ്, അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ നമ്മളിത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് വർക്കർ, അതായത് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടർ, ഒരു ഈവൻ ഗൈനക്കോളജിസ്റ്റിനൊക്കെ പറയാം, അവരായിരിക്കും ചിലപ്പം ഫസ്റ്റ് പേഴ്സൺ ടു നോട്ട് ദിസ്, എന്നിട്ട് ഇത് മുന്നോട്ട് അറിയിക്കണം എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ ഒരു ഡോക്ടറിന് പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു അപ്രോച്ച് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഇനി ഇതിൻ്റെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫേസാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. സൈക്കോസിസ് എന്ന് പറഞ്ഞത് തന്നെ ഒരു പരിധിക്കപ്പുറം അസുഖം വളർന്ന് നമ്മുടെ മാനസിക നില തെറ്റുന്ന വിധത്തിലായുക. ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസിൽ എത്തിക്കഴിയുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യകളും അല്ലെങ്കിൽ കൊലപാതകങ്ങളും ഒക്കെ ഈ ഒരു ഫേസിൽ നടന്നു പോകുന്നത്. അപ്പം അത് നമ്മുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസം 7 മാസം വരെ നിലനിന്ന് പോയാൽ ഈ സൈക്കോസിസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിൽ കണ്ടാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് എല്ലാ സ്ത്രീകളിലും ഇത് ഉണ്ടാവണില്ലല്ലോ, ചിലരിൽ മാത്രമേ ഇത് ഉണ്ടാവണുള്ളൂ, അപ്പോൾ എന്താ ഇതിന് കാരണമെന്ന്. അപ്പോൾ ശരിക്കും ഇതിന് ബേസിക്കായിട്ട് ഇന്നത് കൊണ്ട് ഇന്നത് വരും എന്ന് പറയുന്നതിലും ഭേദം ഇതിനൊരു മൾട്ടി ഫാക്ടോറിയലാണ്. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ജനറ്റിക് ഫാക്ടർ ഉണ്ട്. അതായത് ഒരാളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക രോഗമോ മാനസിക രോഗത്തോട് അടുത്ത് വരുന്ന ഏതെങ്കിലും പെരുമാറ്റ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത്തരത്തിലെ രോഗങ്ങൾ അവർ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തി വളരെയേറെ പ്രോണാണ്, ആ ഒരു ലേഡി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ ചെറുപ്പം ടീൻസിലോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലോ അങ്ങനെ ഒരു ഷോക്കിംഗ് മെമ്മറിയോ അത്തരത്തിൽ ഒരു ഡിസോർഡർ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ചെറുതായിട്ടൊരു സൈക്കോളജിക്കൽ കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചില അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവാം, ചിലപ്പം ചില അസുഖങ്ങൾ തരണം ചെയ്തിട്ടായിരിക്കും അവർ ആ പ്രഗ്നൻസിയിലേക്ക് വരിക. അപ്പോൾ ആ ഒരു അത്രയും ഫേസും അവർ മെൻ്റലി വല്ലാണ്ട് സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ മെൻ്റൽ സ്ട്രെസ്സും ഒരു കാരണമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനായിട്ട്. പിന്നെ ഫെമിലിയൽ റീസൺസ്, ഇപ്പം നമ്മളുടെ ചുറ്റുവട്ടം നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങൾ അല്ലെങ്കിൽ പല ആ എൻവയറമെൻ്റൽ കോസസ്, അതും പലപ്പോഴും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിലെ കണ്ടീഷൻസ് നമ്മൾ അറിയുവാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടത് ഇത് ഞാൻ റിസോൾവ് ആയിക്കോളും, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നുള്ളതല്ല. ഇത് നമ്മൾ ആരെയെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുണ്ട് എന്ന് തോന്നുന്ന ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്യുക. പരമാവധി ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്യാം. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. ബീങ് എ ഹോമിയോ ഡോക്ടർ നമുക്ക് നന്നായിട്ട് അറിയാം, മനസ്സും ശരീരവും കൂടെ പഠിച്ച് മാത്രമേ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെ ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു കൺസൾട്ടേഷന് ഒരാളെ കിട്ടുവാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്ത് ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് പൂർണ്ണമായിട്ടും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായ മെഡിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ട്.